കഴിഞ്ഞതാണ്. അവിടെ വെച്ച് പാർട്ടിയുടെയും അതുപോലെ തന്നെ പൗരപ്രമുഖരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് ഉച്ചഭക്ഷണം ഇവിടെയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി അദ്ദേഹം വേദിയിൽ വരികയും 3 മണി വരെ ആ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കും. പിന്നീട് റോഡ് മാർഗം കേരളത്തിൽ നടക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡല സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷം തിരികെ റോഡ് മാർഗം 5:50 കൊട്ടാരക്കര സെൻട്രൽ ഗേൾസ് കോളേജ് ഗ്രൗണ്ടിലെത്തി തിരികെ കോയമ്പത്തൂരിലേക്ക് പോവുക. ഇങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. പാർക്കിംഗ് വ്യവസ്ഥകൾ ചെയ്തിരിക്കുന്ന 1 ഗണപതി ക്ഷേത്രം ഗ്രൗണ്ട്, 2 നീലേശ്വരം റോഡ്, അതുപോലെ തന്നെ പുത്തൂർ റോഡ്. ഈ സ്ഥലങ്ങളിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വ്യവസ്ഥ. DYSP അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതുപോലെ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് NDAയുടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇൻചാർജ് ഷാജിയാർ നായർ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജ്യോതിഷ്, അതുപോലെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനിയപ്പൻ, BDJSന്റെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ തുടങ്ങിയ BDJSന്റെ നേതാക്കളും BJPയുടെ തന്നെ സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കളും ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ പൊതുവായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കും. 7 നിയോജക മണ്ഡലം: മാവേലിക്കര, കുട്ടനാട്, ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, കുന്നത്തൂർ, പത്തനാപുരം. അതെ. കുറഞ്ഞതൊരു 3000-4000 പേര് പങ്കെടുക്കുന്നതാണ്. അവിടെ ആ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ പഞ്ചായത്ത് തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് എത്തിച്ചേരുന്നത്. മുഴുവൻ പ്രവർത്തകരല്ല. ഓരോ പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വാഹനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ്. വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം ഇതാണ് കിട്ടിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥിയുടെ ആദ്യ ഘട്ട പ്രചരണത്തിന് ശേഷം ഇപ്പോൾ സ്വീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നിപ്പം നെടുവത്തൂരിലാണ് 23-ാം തീയതി കൂടി സ്വീകരണ യോഗങ്ങൾ അവസാനിക്കും. വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം തന്നെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് ഇതിൽ ആർക്കും തർക്കമില്ല, നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു അനുകൂലമായ സന്ദർഭം കേരളത്തിൽ NDAക്ക് ഉണ്ട്. അപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥികൾ മാവേലിക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനുള്ള വലിയ സാധ്യതയാണ് ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ്. കൊല്ലത്തെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾ ഈ പ്രാദേശിക ഘടകങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നുള്ള പരാതി നേതൃത്വത്തെ അറിയിക്കുകയും തുടർന്ന് നടപടികൾ നടത്തുകയും ചെയ്തതായിട്ട് വിവരങ്ങളാണ് കിട്ടുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഈ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ സംഭവിച്ചിട്ടുണ്ടോ? ദേശാഭിമാനിയുടെ അഭിപ്രായം മാത്രമാണ്. BJPക്കോ NDAക്കോ അങ്ങനെ അഭിപ്രായമില്ല. ഈ വനിത ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 2 ഘട്ട പ്രചരണത്തോളം നടത്തിയതിനു ശേഷമാണ് NDA സ്ഥാനാർത്ഥി രംഗത്ത്. അപ്പോൾ പിന്നീട് അത് കവർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. മറ്റുള്ളവർ ദേശീയ പാർട്ടിയിലുള്ള പദവി പോകാനായിട്ടിരിക്കുകയാണ്. അവരിനി അടുത്ത വർഷം ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതിന് കൂടെ ഉള്ള സംശയത്തിലാണ്. നമുക്ക് ദേശീയ പാർട്ടിയാകുമ്പോൾ 440 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെയും 103 സീറ്റിൽ പിന്നെ ഞങ്ങളുടെ സഖ്യകക്ഷികളുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ വിശാലമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. 15 സീറ്റിൽ മത്സരിക്കുന്നവർക്ക് പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ ഇതിൽ നമ്മൾ ദേശീയ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. പക്ഷേ പത്രികാ സമർപ്പണത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളത് കവർ ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായിട്ട് A ഗ്രേഡ് മണ്ഡലമായിട്ടുള്ള മാവേലിക്കരയിൽ ബൂത്ത് തല പ്രവർത്തനം സജ്ജമായി. നമ്മൾ സ്ഥാനാർത്ഥി വന്ന ഉടൻ തന്നെ നമുക്ക് താഴെത്തട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പം തന്നെ നമുക്ക് 3 തരത്തിലുള്ള അഭ്യർത്ഥനകൾ വന്നു. വീട് ഗൃഹസമ്പർക്കം പൂർത്തിയായി, വിഷു കാർഡ് വന്നു, ഈസ്റ്റർ കാർഡ് വന്നു. ഇതെല്ലാം വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ NDAയിലെ BDJS BJP ഉണ്ട്.
പാർട്ടിയുടെ കാണും. ഉണ്ട്, ശിവസേനയുണ്ട്. ശിവസേന അതുപോലെ തന്നെ സെക്യുലർ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സഖ്യകക്ഷിയുണ്ട്. പക്ഷേ BDS-നേക്കാൾ BJP-ക്ക് സൈറ്റിട്ടുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷ ഉണ്ടാവുന്നതായിരുന്നു. ഞങ്ങളെക്കായി ബുദ്ധിമാന്മാരായിട്ടുള്ള ദേശീയ നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ച് യുക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി സഖ്യകക്ഷിയാകുമ്പോൾ NDA ഒരു മുന്നണി സംവിധാനം. BJP അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടേ BJP ആണെങ്കിൽ BDS ആണെങ്കിൽ ആരാണെങ്കിലും ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള BJP പ്രവർത്തകരുടെ വോട്ട് മൊത്തം സ്ഥാനാർത്ഥി കിട്ടും. അത് CPM പ്രവർത്തകരോടെല്ലാം ഞാൻ കിട്ടുമെന്ന് ചോദിക്കുന്നത് പോലെയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആൾക്കാർക്ക് ഞങ്ങൾ NDA അധികാരത്തിൽ വരാൻ പോകും. എക്സെപ്ഷൻ ഇല്ലല്ലോ. ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. LDF എന്ന് പറഞ്ഞാൽ ഇവിടെ സംശയം ആൾക്കാർ പറയുന്നുണ്ട്. CPM-കാർ ഈ പറയുന്ന അരുൺകുമാർ വോട്ട് ചെയ്യുമോ, അവര് സമ്പർക്കത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ പൊതുജന മധ്യത്തിലുള്ളതാണ്. പല ബൂത്തുകളിലും CPM സൈലന്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനൊരു സൈലന്റ് ഇല്ല. ഇത് BDJS-നെക്കാട്ടിയും ആക്റ്റീവായിട്ട് ഞങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. BDJS ഞങ്ങളും ഒത്തൊരുമയോട് കൂടിയാണ്. ഈ BDJS-ന്റെ സംഘടനാ ദൗർബല്യം ഈ തെരഞ്ഞെടുപ്പ് തടസ്സമാണ്. ഒരു സംഘടന ദൗർബല്യവും BDJS അതിശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 4 ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. NDA-യുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചത് ലേഖകളായിട്ട് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ടത്തിൽ പാർട്ടിയുടെ കാര്യത്തിൽ വാട്സപ്പിൽ പലരുടെ അഭിപ്രായങ്ങൾ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാതലായ ചില പോയിന്റുകൾ ഉണ്ടായത്. പഞ്ചായത്ത് ഇലക്ഷൻ, പ്രദേശ ഇലക്ഷൻ വരുമ്പോൾ പാർട്ടികളുടെ സജീവമാവും, പിന്നീട് തന്നെ കവിട്ടും. ആ ഒരു നേട്ടം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പലയിടത്തും ബൂത്ത് കമ്മിറ്റികൾക്ക് നിലവില്ലാത്ത സാഹചര്യമൊക്കെയുണ്ട്. അപ്പം ആ രീതിയിലുള്ള അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഇലക്ഷൻ മുൻകണ്ടതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിൽ 1.5 വർഷം മുമ്പേ മാണിക്യ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വിദ്യാസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം. 1.5 വർഷം മുമ്പേ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് BJP പ്രവർത്തകർ ബൂത്ത് തലങ്ങളിലായാലും ബൂത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് BDS-ന്റെ സ്ഥാനാർത്ഥിയായാലും നമ്മുടെ തരത്തിലുള്ള ആ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP-യോട് ഒരുമിച്ച് നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് BDS-ഉം BJP ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം വന്നു, BDS-ന് സംഘടന ദൗർബല്യമുണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള ഒരു ഇതുമില്ല. എല്ലാ മണ്ഡലങ്ങളിലും ആക്റ്റീവായിട്ട് BDS പ്രവർത്തകർ BJP-യോട് ഒപ്പം നിന്ന് തന്നെ പ്രവർത്തനത്തിൽ നടക്കുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ BDS പ്രവർത്തകരെക്കാട്ടി കൂടുതലായിട്ട് തന്നെ BJP പ്രവർത്തകരാണ് മുൻനിരയിൽ. എല്ലാ ബൂത്തുകളിലേക്കും BDS-ന്റെ സംഘടനാ സംവിധാനം നല്ല രീതിയിൽ, നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയുണ്ട്.